വെൽക്കം ബാക്ക് ടു എവറിത്തിങ് വിത്ത് ബേബി. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, നിബിൻ ഇന്ന് തിരിച്ചു വരും. അപ്പോൾ നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒപ്പം ഇന്ന് എനിക്ക് വർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും അല്ല എഴുന്നേറ്റിരിക്കുന്നത്, 8:30 എഴുന്നേറ്റ് വന്നപ്പം. അപ്പോൾ നമ്മൾ ആദ്യം ബെഡൊക്കെ ശരിയാക്കാം. ഫുള്ള് അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഫുള്ള് അടുക്കി പറക്കും. പിന്നെ നമുക്ക് ഷിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വീട് ഫുള്ള് കുളമാക്കി വെച്ചിരിക്കുകയാണ്. അത് കൂടാതെ നിബിന് കുറേ ഡിമാൻഡ്സും ഉണ്ട്. നിബിൻ വരുമ്പോൾ നമുക്ക് ഡിന്നറിന് അപ്പം ബീഫ് കറി ഉണ്ടാക്കി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ഉണ്ടാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബെഡ് ശരിയാക്കാം. ഹായ്ക്കുട്ടനും നിബിനും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മൾ ഫുൾ ഓപ്പോസിറ്റ് റുട്ടീനാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. എസ്പെഷ്യലി എനിക്ക് കുറച്ചുകൂടെ സ്കിൻ കെയറും അതുപോലെ മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ടേക്ക് കെയർ ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ട്. ഹായ് ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, അവളുടെ കാര്യങ്ങൾ നോക്കുന്നു, അങ്ങനെ ഒരു റുട്ടീനാണ് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ എന്താണേലും മസ്റ്റാണ്. പിന്നെ ഈ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഇത് വാട്സൻ്റെ ആണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്കത് മാത്രം മതി ഫേസിൽ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ക്ലീനിങ്ങും പരിപാടിയിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് വർക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 9 o'clock നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗപ്പൂർ ടൈമിൽ. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് ഞാൻ ഇന്ന്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലോക്ക് ഇൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പോവാം കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ലോഗിൻ ചെയ്യാന്ന് ഓർത്തു. അല്ലെങ്കിൽ വർക്കിലുള്ളത് വിചാരിക്കുമല്ലോ ഞാൻ എന്ത് ചെയ്യുകയാണ്, എവിടെ പോയെന്ന് ഓർക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്ത് എന്തെങ്കിലും ഇമെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകാം. പിന്നെ ഓൾറെഡി ഈ റീസൺ കൊണ്ട് അവരെന്നെ പിരിച്ചുവിടുവാണെങ്കിൽ പിരിച്ചുവിടട്ടെ, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഓൾറെഡി റിസൈൻ വെച്ചു. ഇനി ഒരു 4 days കൂടെ വർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫുൾ അലമ്പാണ് കേട്ടോ. Two weeks കൂടി നമ്മൾ സിംഗപ്പൂരുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാര്യമായ സാധനങ്ങളോ ഒന്നും വീട്ടിലില്ല. അപ്പോൾ ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ കുറച്ച് ടോർട്ടില ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ കേസരില പോലെ ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് എഗ്ഗും അതുപോലെ ചീസും വെജീസൊക്കെ വെച്ചിട്ട് നമ്മൾ മടക്കിയെടുത്ത് അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതുതന്നെയാണ് എൻ്റെ മിക്ക ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. ഹെൽത്തിയാണ്, അതുപോലെ സിമ്പിളുമാണ്, പെട്ടെന്ന് നമുക്ക് കാര്യം നടക്കും.
അത് നിവിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ആൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ ഒരു ഏകദേശം ഒരു 7 hours ഉണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക്. അപ്പോൾ ഞാൻ ഉച്ചത്തേക്ക്, അതായത് ലഞ്ച് കഴിക്കാനായിട്ട് നമുക്ക് ചോറും കുറച്ച് മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ട്. അതുകൂടാതെ ബീൻസ് തോരൻ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിവിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് വെച്ചു. ഇനി ബീഫ് ഉണ്ടാക്കണം. അങ്ങനെ കുറേ ജോലികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർക്കും കൂടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല. നമ്മളിവിടെ കൂടുതലും വാങ്ങിക്കുന്നത് ഈ സൂര്യ എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ബീഫാണ്. ഇതിന് ഏകദേശം നാട്ടിലെ ഒരു ബീഫിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് മാർക്കറ്റിൽ നിന്നൊക്കെ ബീഫ് മേടിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് മാർക്കറ്റിലെ ബീഫ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രാൻഡാണെങ്കിലും നമുക്ക് നമ്മുടെ ആ കറക്റ്റ് നാട്ടിലെ ബീഫ് തന്നെയാണ്. ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ലിവിങ് റൂമൊക്കെ നിറച്ച് കാർഡ്ബോർഡ് ബോക്സ് നിറച്ച് സാധനങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ക്ലീനിങ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്റ്റില്ല് നമുക്ക് ചെയ്യണം. അതുകൊണ്ട് പെട്ടെന്ന് പൊടി വരുന്നതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഫയ്ക്ക് ഒരു കവർ വാങ്ങിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ഹായക്കുട്ടൻ വന്നതിന് ശേഷം ഹായ ഇരിപ്പും കിടപ്പും കഴിപ്പും എല്ലാം ആ സോഫ സെറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ആ കവർ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അഴുക്കാകുമ്പോൾ നമുക്ക് ആ സോഫ കവർ ഊരി കഴുകിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്നു. അതുപോലെ സോഫ തീരെ മോശമാകാതെയും ഇരിക്കും. പിന്നെ നമ്മൾ ചെയ്തൊരു ബെസ്റ്റ് ഡിസിഷനായിരുന്നു ഈ വാക്യൂം ക്ലീനർ. ഡൈസൻ്റെ വാക്യൂം ക്ലീനർ ഭയങ്കര സുഖമാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് ചെയ്യുകയും ചെയ്യാം. നന്നായിട്ട് പൊടിയും അഴുക്ക് പോവുകയും ചെയ്യും. ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞപ്പോൾ സമയം പോയി കേട്ടോ. 5 മണിക്ക് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എനിക്ക് നിവിൻ്റെ ഫ്ലൈറ്റ് 15 minutes ഏർലി ആണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ 4:45 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ് ഏകദേശം ഒരു 2 മണിക്കൂറുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക്. അതുപോലെ നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ബസ്സിനും ട്രെയിനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ 2 മണിക്കൂർ എടുക്കുന്നത്. ആ കറക്റ്റ് സമയത്ത് ഇവിടെ മഴയും പെയ്യാൻ തുടങ്ങി. സിംഗപ്പൂർ പിന്നെ ചെറിയ സ്ഥലമായതുകൊണ്ട് എല്ലായിടത്തും ഒരുമിച്ചായിരിക്കുമല്ലോ മഴ പെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചുറ്റിക്കറങ്ങി വേണം പോകാൻ. മഴയൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ ഒരു ബസ് എക്സ്ട്രാ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഞാനാണെങ്കിൽ ബീഫ് കറി ഉണ്ടാക്കി വെച്ചു. പിന്നെ അപ്പം ചുട്ടിട്ടില്ല. നമ്മൾ അപ്പം വന്നു കഴിഞ്ഞിട്ട് ചുട്ട് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കാമെന്ന് ഓർത്തു. എന്താണെങ്കിലും നമുക്ക് ധൃതി പിടിച്ച് റെഡി ആവണം. അപ്പം ലെറ്റ്സ് ഗെറ്റ് റെഡി. മുടി ഉണക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഓൺ ദ വേ മുടി ഉണക്കട്ടെ. കുറച്ച് റൊമാൻറ്റിക് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ മേടിച്ച് വെച്ചു. പക്ഷെ ഇന്നലെ വാങ്ങിച്ച് വെച്ച പൂവാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ കവറിലിട്ട് കൊണ്ടുപോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് ഈ കവറിൽ നിന്നൊക്കെ മാറ്റാം. കുറച്ച് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നിവിൻ എന്താക്കുമെന്നറിയില്ല. ലെറ്റ്സ് ഗോ. വീടൊക്കെ പൊട്ടിട്ട് നമുക്ക് പോവാം. മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് നന്നായി. പക്ഷേ ഞാൻ കയറിയ ബസ്സാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ലോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ 15 മിനിറ്റിൻ്റെ ട്രാവൽ ഒരു 30 minutes എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ കുറേ ട്രെയിൻസ് മാറി കയറിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തിലേക്ക് പോകുന്ന അത്രയും ദൂരമുണ്ട്. ബട്ട് കണക്ടിവിറ്റി ആൻഡ് കൺവീനിയൻസ് അറ്റ് ഇറ്റ്സ് പീക്കാണ് കേട്ടോ. അപ്പോൾ അതേ നിവിൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ.
സ്റ്റിൽ ഫ്ലൈറ്റിനകത്ത് തന്നെയാന്ന് തോന്നുന്നു. എനിവേ ഞാൻ ജസ്റ്റ് ട്രെയിനിൽ തന്നെ ആയിരുന്നു. മിസ് ഡിബി മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ട്രെയിനിലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് പോകണം. ഞാനുള്ളത് ടെർമിനൽ 3 ആണ്. അപ്പോൾ നിബിൻ വരുന്നത് ടെർമിനൽ 1 അപ്പോൾ സ്കൈ ട്രെയിൻ എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ. അപ്പോഴേക്കായിരിക്കും ആൾ ഇറങ്ങി വരുള്ളൂ എന്ന് വിചാരിക്കുന്നു. കാരണം ലഗേജൊക്കെ എടുക്കേണ്ടാവുന്നത്. ഇമിഗ്രേഷൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല, പെട്ടെന്ന് ഇറങ്ങി വരുമായിരിക്കും. പക്ഷെ ലഗേജ് കിട്ടാൻ കുറച്ച് താമസിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഓടിച്ചാടി സ്കൈ ട്രെയിനൊക്കെ കിട്ടി കേട്ടോ. കാരണം ഒരു സ്കൈ ട്രെയിൻ പോയി അടുത്ത സ്കൈ ട്രെയിൻ വരാൻ നല്ലോണം ടൈം എടുക്കും. ഇനി നമുക്ക് അറൈവലിലേക്ക് പോകണം. ഇത് ഡിപ്പാർച്ചറാണ്. ഡിപ്പാർച്ചറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതാണ് ഇവിടെ ഗേറ്റൊക്കെ കാണാം നിങ്ങൾക്ക്, മറ്റേ ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അറൈവലിലേക്ക് ഒരു ലെവൽ താഴത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് തോന്നുന്നത്. സോ ഇതാണ് കേട്ടോ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ നമ്മുടെ പെട്ടിയൊക്കെ വരുന്ന റോയിൻ്റെ 13 അത്. ഇവിടെ ഒന്നും നിബിൻ്റെ ഏതാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, നോക്കണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ നോക്കി ബാഗേജ് ബെൽറ്റ് 10 ആണെന്നാണ് പറഞ്ഞേ. ഓക്കെ, 10 കുറച്ചങ്ങാവും മിസ്റ്റേക്കാണ്. മഴ പെയ്യുന്നത് കൊണ്ട് ഫ്ലൈറ്റൊക്കെ ഡിലേ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. We are currently experiencing lightning and bad weather. ഓക്കെ, അവന് വിശന്നാലും നിർത്ത് ഞാൻ ഓടിപ്പോയിട്ട് വെള്ളവും പിന്നെ ഒരു സ്നാക്ക് ഐറ്റം മേടിച്ചിട്ട് വന്നു. ഇനി അവന് വേണ്ടെങ്കിൽ എനിക്ക് കഴിക്കാമല്ലോ, ആ രീതിയിൽ. എന്തായാലും ഇമിഗ്രേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോസ്റ്റ് ലൈക്ലി സൂൺ ആളെത്തുമായിരിക്കും. സോ എക്സൈറ്റഡ്. ഇത് ആള് ബാഗേജിലുണ്ടെന്നാണ് പറയുന്നത്, എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഒരു നേവി ബ്ലൂ ടീഷർട്ടാണ് ആളിട്ടിരിക്കുന്നത്. ഞാൻ കണ്ണടയൊന്നും വെക്കാത്തത് കൊണ്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റുമെന്നുള്ളത്. ഞാൻ കണ്ടില്ല ഗൈസ്. നമ്മൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞില്ലേ ലഗേജ് കിട്ടാൻ താമസിക്കണേന്ന് വെറുതെ പ്രാർത്ഥിച്ചില്ലേ, അത് വലിച്ചു കേട്ടോ. മഴ കാരണം അവരുടെ ലഗേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ½ ആൻ അവറായി. ഇതുവരെ ബെൽറ്റിൽ ലഗേജ് ഒന്നും വന്നിട്ടില്ല. ദൈവമേ. ഓക്കെ ഗൈസ്, അവന് പെട്ടിയൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. അവൻ ഇറങ്ങി വരുവാണെന്ന് പറയുന്നേ, കണ്ടില്ല. ഇവിടെ പോയി വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ടേ, നമ്മുടെ ആള് വരുന്നുണ്ടേ. പെട്ടി കുറേ ഉണ്ടെങ്കിലും പെട്ടിക്ക് അകത്തൊന്നുമില്ല. പക്ഷെ സ്റ്റില് നമ്മൾ പെട്ടി കളക്ട് ചെയ്യണമല്ലോ. Welcome back to Singapore. I miss you so much. Thank you. I love you. ഓക്കെ, വിശക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ സാധനം മാറുക അല്ലേ. വണ്ണം കുറഞ്ഞോ? ആ, ഫുഡ് ഉണ്ടാക്കി തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ക്ഷീണിച്ചു പോയതല്ല. ഓക്കെ, I miss you so much.
ഇത് കഴിക്കണോ അതോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയല്ലോ അത് ഫൈനലി പെട്ടി കിട്ടി. വിശക്കുന്നുണ്ടോ? നമുക്ക് ഇത് തൽക്കാലം കഴിക്കും. അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡ്രിങ്കും ബിസ്ക്കറ്റൊക്കെ തന്നായിരുന്നു. ഇവർ കുറേ നേരം പെട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വെള്ളമൊക്കെ മേടിച്ചു. വെറുതെ ഞാൻ കാശ് കൊടുത്ത് വെള്ളം മേടിച്ചു. ഇത് കുടിച്ചു വേണേ അല്ലേ? ഇവിടെ തന്നെ ഇത് പന്ന് കഴിച്ചിട്ട് പോകാൻ ഭയങ്കരമായിട്ട് ചുണ്ടെല്ലാം ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് കഴിച്ചു. ഞാൻ കയറിക്കോട്ടെ എന്നാ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ദേവേശന് വേണ്ടി അപ്പവും ബീഫ് കറി എന്നോട് ഡിമാൻഡ് ചെയ്തതാ കേട്ടോ. അതെ, നമ്മുടെ ബീഫ് കറി, നല്ല കുറുകിയ കറിയും. അപ്പം പിന്നെ എൻ്റെ കയ്യിൽ പൊടിയൊന്നും ഇല്ലായിരുന്നു. നമ്മളുള്ള പൊടികളൊക്കെ വെച്ച് ഡൂക്ലി ഉണ്ടാക്കിയതാണ്. അപ്പം അപ്പച്ചട്ടിയൊക്കെ എടുത്ത് നമ്മൾ വെച്ചു, ഓർക്കട്ടോ? കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ എങ്ങനെയുള്ളത്. എനിക്ക് ഇവിടെ വന്നിട്ട് ഭയങ്കര ചൂടെടുക്കുവാന്ന്. എനിക്ക് ഇതിനോട് പറയായിരുന്നു. അവിടെ നല്ല തണുപ്പിലിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചൂട് വന്നു. ചുമ്മാ ബെടായി പറയാ. ഇനി നാളെ മുതൽ വീണ്ടും നമ്മൾ ഫുള്ള് എന്താ പറയുക, പാക്കിങ്. നമ്മുടെ പാക്കിങ്ങിന് ഒരു കുറവുമില്ല. നാളെ സ്റ്റില്ല് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം. ഒന്ന് ഓപ്പൺ ചെയ്യൂടെ ഈ റോസ് കളർ കാസറോൾ. ഇവൻ്റെ ലഗേജ് കിട്ടാൻ വൈകിയതുകൊണ്ട് നമ്മൾ വീട്ടിലെത്താനും വൈകി. ഇപ്പോൾ 9:30 ആൾ 6:45 ലാൻഡ് ചെയ്തതാണ്. എന്താ പറയുക, മഴ വന്നപ്പം ഭയങ്കര ഇടിവിട്ട് മിന്നൽ. അപ്പോൾ ലഗേജ് എടുക്കാൻ അങ്ങനെ സ്റ്റാഫിനും അൺകംഫർട്ടബിൾ ആയിരിക്കുമല്ലോ മഴയത്ത്. ഇത്രയും മിന്നലൊക്കെ ഉള്ളപ്പം അത് അൺസേഫ് ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ ഈ ട്രാൻസിഷൻ ഫേസ് ആണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചു, ഇനി ഒരാളും കൂടെ ഒരുമിക്കും. അതെ, ഹായ്ക്കുട്ടൻ നാട്ടിലാണ്. ഇനി ഹായ്ക്കുട്ടൻ കൂടി നമ്മുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആവും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഏതായാലും ആ വലിയ റൗണ്ട് 3 പേരും 3 ടൈം സോണിൽ നിന്ന് മാറി ഇപ്പം 2 പേരായി. 2 ടൈം സോണിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു ടൈം സോണിലാക്കി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇവിടുന്ന് ഞാനും ഇവനും കൂടെ പോകുന്നതായിരിക്കും മിക്കവാറും. ഫുൾ വീഡിയോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മുടെ പാക്കിങ്ങും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ. എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ബൈ ബൈ, ലവ് യു.